ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വർലി ആർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. വാളിലേക്ക് വേണ്ടിയിട്ട് ഒരു വർലി ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വർലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്രയിലെ ഒരു പരമ്പരാഗത ഗോത്ര കലാരൂപമാണ് കേട്ടോ വർലി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർട്ട് എടുത്തിട്ടുണ്ട്. ചാർട്ട് വൈറ്റ് ആയാലും മതി. എനിക്ക് വൈറ്റിൽ ഭയങ്കര തിന്ന് കുറവായതിനെ കൊണ്ട് കട്ടി കുറവായതിനെ കൊണ്ടാണ് പിങ്ക് എടുത്തത്. എന്നിട്ട് അതിൽ ബ്ലൂ പെയിൻറ്റ് അടിച്ച് കൊടുത്താണ്. എന്നിട്ട് ഇത് ഐ സ്റ്റിക്കാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഐ സ്റ്റിക്ക് അതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ്, 4 ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്ത്. ഇപ്പം നമുക്ക് ഇതൊരു ഫ്രെയിം പോലെ ആയിട്ട് വന്നിട്ടുണ്ടാവും. ഫ്രെയിമിൻ്റെ അതേ ലുക്കാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ചിത്രം വരച്ച് കൊടുത്തിട്ടുണ്ട്. ചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വരയ്ക്കാവുന്നതാണ് കേട്ടോ. കാരണം ഈ ചിത്രങ്ങൾ അധികവും വരുന്നത് വൃത്തങ്ങളും ത്രികോണങ്ങളും ചതുരങ്ങളും എന്നിങ്ങനെയൊക്കെയുള്ള ജാമിതീയ രൂപങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ. ഈ പെയിൻറ്റിങ്ങിൽ അധികവും ഇത് തന്നെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റാം. ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർട്ട് പേപ്പർ വേണം, ഗമ്മ് വേണം, അത് ഫെവിക്കോളോ വേറെ ഏതെങ്കിലും ഗമ്മോ ആയാലും മതി. പിന്നെ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്, ടാസൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എടുത്തത് പെയിൻറ്റിംഗ് ആണ്. ബ്രഷ് എടുത്തിട്ടുണ്ട്. പെയിൻറ്റൊക്കെ ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. നമ്മുടെ ഫ്രെയിം വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു 5 ഫ്രെയിമാണ് കേട്ടോ ഉണ്ടാക്കിയത്. അതിൻ്റെ അകത്ത് 5 തരത്തിലുള്ള ഫോട്ടോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിൻട്രസ്റ്റിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ മോഡൽസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പേപ്പറിൽ ഗമ്മ ചെയ്ത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ക് ഭാഗത്ത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടായിട്ട്. ശരിക്കും ഇൻസുലേഷൻ ടാപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിച്ചാൽ മതി. എൻ്റെ കയ്യിൽ ഇൻസുലേഷൻ ടാപ്പ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഇങ്ങനെ കുറച്ച് ചെറിയൊരു ഗ്യാപ്പിട്ടാണ് ഒട്ടിച്ച് കൊടുത്തത്. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഞാൻ അളവോ കാര്യങ്ങളോ നോക്കിയില്ല. ത്രെഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളഞ്ഞു പോയി ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ. അപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. കാരണം ഗമ്മ അവിടെ പിടിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇനി അത് അഴിച്ച് പണിയെടുക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ചെയ്തില്ല. അത് ടാസൽസ് ഉണ്ടാക്കുകയാണ്. കയ്യിലിങ്ങനെ ചുറ്റിയിട്ട് എൻ്റെ ഭാഗത്ത് എന്താ പറയുക ഒരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ടാസൽസ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു നൂല് തീർന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് പീസ് ആയതുകൊണ്ട് ഞാൻ ആ ഒരു കുഞ്ഞു പീസിനൊക്കെ തന്നെ 2 ആക്കിയിട്ട് ആണ് ഉപയോഗിച്ചത് കേട്ടോ. നടുവിൽ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് മറ്റേ പീസും കൂടി എൻ്റെ നൂലിട്ട് കെട്ടിക്കൊടുത്തു. അങ്ങനെ 2 പീസാക്കിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൂ പണി. വളരെ സിമ്പിളാണ്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ, 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ മതിയാവും. പക്ഷേ 1 മണിക്കൂർ എന്ന് പറഞ്ഞത് ഇത് ഉണങ്ങാനും ഒന്ന് സെറ്റായി വരാനും ഒക്കെ കൂടിയാണ് കേട്ടോ. കാരണം നമ്മൾ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് അടിച്ച് ബ്ലൂ പെയിൻറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിയിട്ട് വേണം രണ്ടാമത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിത്രത്തിൽ പെയിൻറ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിനൊക്കെ കുറച്ച് സമയം എടുക്കും. അതുകൊണ്ടാണ് 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്, അതായത് പിങ്കോ വൈറ്റോ പേപ്പറിലാണെങ്കിൽ വൈറ്റ് പേപ്പറിൽ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടാകും. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ബ്ലൂ ആക്കിയെന്നുള്ളൂ. വൈറ്റിലാവുമ്പോൾ ബ്ലാക്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും, കൈസ് അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ പറയുക സ്റ്റിക്കിൽ വേറെ കളർ ബ്ലാക്കൊക്കെ അടിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ വാളിൽ തൂക്കുന്നുണ്ട്. ഒരു ചരിവ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. നല്ല ചെരിഞ്ഞിട്ടാണല്ലോ ഞാൻ. അപ്പോൾ ഇതൊരു കുഞ്ഞു വർക്കാണ്, ചെറിയൊരു വർക്കാണ്, പെട്ടെന്ന് കഴിയുന്നൊരു വർക്കാണ്. വലിയ പൈസ ചിലവൊന്നും ഇല്ലാത്ത കാര്യം കൂടിയാണ്. പക്ഷേ ഇത് ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു എന്താ പറയുക കലാരൂപമാണ്. പിന്നെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കലാരൂപമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ.